ഇന്ന് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ വാർത്തകളിലൊന്ന് കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിടേണ്ടി വന്ന വലിയ പ്രതിഷേധമാണ്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഉയരുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇന്ന് 3 ദിവസത്തേക്കായി സംഘടിപ്പിച്ച ശില്പശാല, കേരള സർവകലാശാലയുടെ സംസ്കൃത വിഭാഗം സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു. ഇതിൽ ഇന്ന് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മോടൊപ്പം ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, ഒരുപക്ഷെ ഈ ശില്പശാല സംഘടിപ്പിച്ചപ്പോൾ ഈ VC മോഹനൻ കുന്നുമ്മൽ സിൻഡിക്കേറ്റ് അംഗങ്ങളോട് പോലും ആലോചിക്കാതെ തീരുമാനമെടുത്തു. മാത്രവുമല്ല, ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്ത ആ പരിപാടിയിൽ അധ്യാപകർ പങ്കെടുത്തില്ല, വിദ്യാർത്ഥികൾ പങ്കെടുത്തില്ല, സിൻഡിക്കേറ്റ് അംഗങ്ങളും പങ്കെടുത്തില്ല. പക്ഷേ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നിന്നടക്കം ചില വിദ്യാർത്ഥികളെ കൊണ്ടുവന്നാണ് ആ പരിപാടി കുത്തിനിറയ്ക്കുകയും ചെയ്തത്. ഇവിടെ ഉയർന്ന പ്രശ്നം, ആരിഫ് മുഹമ്മദ് ഖാന് വിരോധമുണ്ട് കേരളത്തോട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക എന്ന അച്ചാരം വാങ്ങിയെത്തിയിരിക്കുന്നയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതിന് കൂടെ പിടിച്ചുകൊണ്ട് മോഹനൻ കുന്നുമ്മൽ എന്ന കേരള സർവകലാശാല VC എടുത്ത നിലപാടുകൾ, അതാണ് ഇന്ന് ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് തോന്നുന്നു. ഇതെന്താണെന്ന് സർവകലാശാല ആസ്ഥാനത്ത് നടന്ന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഷീജ. സിജു, തീർച്ചയായും ഏതായാലും കേരള സർവകലാശാലയിലെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ 3 ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്. ഇതിൽ ഉള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ചാൻസലർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം അത് കടുപ്പിക്കുന്നതിനിടയാക്കും എന്നുള്ളത് VCക്കും അറിയാമായിരുന്നു. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകും എന്ന കാര്യം. അതിൻ്റെ ഭാഗമായി ഏതായാലും ഈ പരിപാടിയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പങ്കെടുത്തില്ല, അവർ പരിപാടി ബഹിഷ്കരിച്ചു. അതിനൊപ്പം തന്നെ കേരള സർവകലാശാലയിലെ ജീവനക്കാർ, അധ്യാപകർ എല്ലാം ഈ പരിപാടി ബഹിഷ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അത് ചാൻസലറുടെ സർവകലാശാല കാവ്യവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു ആ രീതിയിലുള്ളൊരു ബഹിഷ്കരണത്തിലൂടെ വ്യക്തമാക്കിയത്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആളുകൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം VCക്കും വ്യക്തമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് VC ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ കൂടിയാണ് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. അദ്ദേഹം പ്രത്യേകമായി നിർദ്ദേശം നൽകി സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള നഴ്സിംഗ് വിദ്യാർത്ഥികളെയാണ് അവിടെ ഈ പരിപാടിയുടെ ഹാളിൽ കുത്തിനിറയ്ക്കുവാൻ വേണ്ടി അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതാത് കോളേജുകളിലെ വാഹനങ്ങളിൽ തന്നെയാണ് ഈ വിദ്യാർത്ഥികളെല്ലാം അവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആ രീതിയിൽ ആ പരിപാടി അങ്ങനെ അവിടെ നടന്നെങ്കിൽ പോലും പരിപാടി അകത്ത് നടക്കുമ്പോൾ വലിയ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്ത് നിന്നും സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ നടന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇനി വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് SFI വ്യക്തമാക്കുന്നത്. ഈ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഈ ഒരു പ്രതിഷേധം നടന്നതിൻ്റെയൊക്കെ കാര്യം നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്ന ഒരു സാഹചര്യം, അത്തരമൊരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അത് നമുക്ക് അദ്ദേഹം തീർത്തും അസ്വസ്ഥനാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ചട്ടം ലംഘിച്ചും കാവ്യവൽക്കരിക്കാനുള്ള ഇതുമായിട്ടുള്ള ചാൻസലറുടെ നീക്കങ്ങൾ, അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നാണ് സർവകലാശാല ജീവനക്കാരും ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സിജു, ശരി ഷീജ, ഇന്ന് ഒരുപക്ഷെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തിയ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ശില്പശാല സിൻഡിക്കേറ്റോട് ആലോചിക്കാതെ ചെയ്ത ഒരു കാര്യമാണ് അത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ SFI ഉയർത്തിയ മറ്റൊരു പ്രശ്നമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയനെ അതിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ പോലും സമ്മതിക്കാത്ത തരത്തിലേക്ക് ജനാധിപത്യ വിരുദ്ധമായ നിലപാട് മോഹനൻ കുന്നുമ്മൽ കൈക്കൊണ്ടു എന്നുള്ളതാണ്. അതാണ് SFI ഉയർത്തിയ പ്രധാനപ്പെട്ട പ്രശ്നം. ഒരേ തരത്തിൽ തന്നെ ഒന്ന്, സർവകലാശാല നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നു. അതായത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ചാൻസലർ കൂടിയായ കേരള ഗവർണറുടെ തിട്ടൂരത്തിനനുസരിച്ച് പെരുമാറിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ജനാധിപത്യ മര്യാദകളെ കാറ്റിൽ പറത്തുന്നു. ഒരു സിൻഡിക്കേറ്റിൽ യൂണിവേഴ്സിറ്റിക്കുള്ള സർവകലാശാലകളിലുള്ള സ്ഥാനം എന്തെന്നുള്ളത് ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. ഒരേ സമയം തന്നെ അവിടെ സിൻഡിക്കേറ്റിനെ നിഷ്പ്രഭമാക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാല യൂണിയനെ ചുമതല ഏറ്റെടുക്കാൻ അനുവദിക്കുന്നില്ല. മറ്റൊരു കാര്യം, ഈ പരിപാടിയിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ പോലും ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ജനാധിപത്യ വിരുദ്ധം. ജനാധിപത്യം എന്ന വാക്ക് ഒരുപക്ഷെ മോഹനൻ കുന്നുമ്മലിന് അപരിചിതമായിരിക്കും. നമുക്കറിയാം, ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളാണ് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കേരള സർവകലാശാലയുടെ VCയുടെ ചുമതല കൂടി നൽകിയത് എന്നുള്ളത് ആ സമയത്ത് തന്നെ വലിയ ചർച്ചയായ വിഷയമാണ്. ഒപ്പം തന്നെ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിൻ്റെ പശ്ചാത്തലവും ആ രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും RSSൻ്റെയൊക്കെ പരിപാടിയിൽ പരസ്യമായി തന്നെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ആ രീതിയിൽ അദ്ദേഹം എന്താണോ ചാൻസലർ ആഗ്രഹിക്കുന്നത്
പറയുന്നത്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് കാവ്യവൽക്കരണത്തിലുള്ള നീക്കം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രാവർത്തികമാക്കി കൊടുക്കുന്ന വ്യക്തി VC ആണ് എന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. സിൻഡിക്കേറ്റിനെ കേവലം സിൻഡിക്കേറ്റ് നിർണായകമായ തീരുമാനം എടുക്കേണ്ടതിൽ സിൻഡിക്കേറ്റിനെ പോലും കേൾക്കാതെ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നൊരു നടപടിയാണ് VCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധം ഇന്നിപ്പോൾ ഈ കേരള സർവകലാശാലയ്ക്കുള്ളിലും പുറത്തുമായി അരങ്ങേറിയത് എന്നുള്ളതിൽ സംശയമില്ല. അത് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് മാത്രം പറയുകയാണെങ്കിൽ വകുപ്പ് മന്ത്രിയെ പോലും വിളിക്കാതെ സിൻഡിക്കേറ്റിൻ്റെ അനുമതിയില്ലാതെ നടത്തിയ ഒരു പരിപാടിയാണ്. അതിന് എതിരെയുള്ളൊരു വലിയ പ്രതിഷേധം തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഈ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ന് നടത്തിയത്. ഏതായാലും വരും ദിവസങ്ങളിലും ഒരു തരത്തിലും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ നടപ്പാക്കാൻ സാധിക്കില്ല. അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർവകലാശാലയിലെ ജീവനക്കാരുടെയും സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും തീരുമാനം. ഷീജ നേരത്തെ പറഞ്ഞതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് പോലെ ചെയ്യാനിരിക്കുന്നയാളാണ് സർവകലാശാല VC. കേരള സർവകലാശാലയ്ക്ക് അതിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഇത്തിരി കൂടി ലളിതമായ മലയാളത്തിൽ പറഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു കേരള സർവകലാശാല VC എന്ന് പറയേണ്ടി വരും ഇന്നത്തെ കാര്യങ്ങൾ കൂടി കാണുമ്പോൾ. അതിനുള്ളൊരു വഴിയൊരുക്കുക തന്നെയായിരുന്നു ഇന്നിപ്പോൾ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ചെയ്തത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഈ പറയുന്നത് പോലെ തന്നെയാണ് ഇത്തരത്തിലൊരു സംഘർഷ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ വലിയ പങ്ക് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് തന്നെയാണ്. കാരണം അദ്ദേഹം ചാൻസലറുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി യൂണിയനെ ചുമതല ഏറ്റെടുക്കാൻ അനുവദിക്കാത്ത ഒരു നിലപാട് സ്വീകരിച്ചു നിലനിൽക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് സർവകലാശാലയ്ക്കുള്ളിൽ ഗവർണറെ എത്തിച്ചുകൊണ്ട് അവിടെ വലിയ തോതിൽ ജീവനക്കാരുടെ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഒരു പ്രകോപനം സൃഷ്ടിക്കുക എന്നതിൻ്റെ പേരിൽ അവിടേക്ക് ചാൻസലറെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കിയതും ഇന്ന് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് പിന്നിലും VC തന്നെയായിരുന്നു എന്ന് തന്നെയാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന വ്യാഖ്യാനങ്ങളും. ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ ചാൻസലറുടെയും അതോടൊപ്പം തന്നെ വൈസ് ചാൻസലറുടെയും നിലപാടുകൾ ഈ രീതിയിൽ അംഗീകരിക്കില്ല. നിലവിൽ ഏത് രീതിയിലാണോ ശക്തമായി പ്രതിഷേധിക്കുന്നത് ആ പ്രതിഷേധം കടുപ്പിക്കുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.